കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 718. സൂറത്തുൽ ഹജ്ജ് ആയത്തുകൾ 1 മുതൽ 24 വരെ. പേജ് നമ്പർ 1152. സൂറത്തുൽ ഹജ്ജ് 22ാമത്തെ സൂറത്ത്. ഹജ്ജ് തീർത്ഥാടനം. മദീനയിൽ അവതരിച്ചത് വചനങ്ങൾ 78. ഈ അധ്യായത്തിലെ ഭൂരിഭാഗവും മദീനയിൽ അവതരിച്ചതും ബാക്കി മദീനയിലുമാണെന്നാണ് അഭിപ്രായം. ഹജ്ജിനെ പറ്റി പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഹജ്ജ് എന്ന് ഈ സൂറത്തിന് പേര് നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ പേര്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. يدعو من دون الله
يضره وما لا ينفعه ذلك هو الضلال البعيد. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار إن الله يفعل ما يريد. من كان يظن أن لن ينصره الله في الدنيا والآخرة فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. وكذلك أنزلناه آيات بينات وأن الله يهدي من يريد. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤة ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 719 സൂറത്തുൽ ഹജ്ജ് ആയത്ത് 1 പേജ് നമ്പർ 1152. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. നിങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ വെറുപ്പിനും കോപത്തിനും ശിക്ഷയ്ക്കും ഇടയാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്നുണ്ടാകാതെ സൂക്ഷിക്കുക. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, നിരോധിച്ചതൊക്കെ വെടിയുക. വളരെ സംക്ഷിപ്തമാക്കി പറഞ്ഞാൽ അതാണ് തഖ്വ അഥവാ സൂക്ഷ്മത പാലിക്കൽ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം, നിശ്ചയമായും അന്ത്യനാളിലെ പ്രകമ്പനം ഒരു മഹാസംഭവമാകുന്നു. ആയത്ത് 2, യൗമ തറൂനഹ, നിങ്ങൾ അത് കാണുന്ന ദിവസം, തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്, മുലകൊടുക്കുന്ന ഏതൊരു മാതാവും അവൾ മുലകൊടുക്കുന്ന കുട്ടിയെപ്പറ്റി അശ്രദ്ധയിലായി പോകും. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭമുള്ള ഏതൊരു പെണ്ണും അവളുടെ ഗർഭത്തിലുള്ളത് പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറാ,
ജനങ്ങളെ മത്ത് പിടിച്ചവരായി നീ കാണുന്നതുമാണ്. വമാഹും ബിസുകാറ, അവരൊരിക്കലും മത്ത് പിടിച്ചവരല്ല. വലകിന്ന അദാബല്ലാഹി ശദീദ്, പക്ഷേ അവരുടെ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമായതാണ്. ലോകാവസാന നാളിൽ അസാധാരണവും ഭയാനകവുമായ സംഭവങ്ങൾ ഉണ്ടാകും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മനുഷ്യരെന്നടങ്കം അന്താളിച്ച് ഭയവിഹ്വലരായി നിന്ന് പോകും. ബുദ്ധിയും വിവേകവും നശിച്ചതുപോലെയായിത്തീരും. അന്തം വിട്ട് മത്ത് പിടിച്ച അവസ്ഥയിലായിത്തീരുന്നതാണ്. ബനൂ മുസ്തലഖ് യുദ്ധകാലത്താണ് ഈ സൂക്തം അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓതി കേൾപ്പിക്കുകയും ഇതിൽ പറഞ്ഞ സംഗതികൾ കേട്ട് മറ്റൊരിക്കലുമില്ലാത്ത വിധം സ്വഹാബികൾ കരയുകയുമുണ്ടായി എന്നും റിപ്പോർട്ടുകളുണ്ട്. പേജ് നമ്പർ 1153, ആയത്ത് 3. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരറിവുമില്ലാതെ അല്ലാഹുവിനെ സംബന്ധിച്ച് തർക്കിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ധിക്കാരിയായ എല്ലാ പിശാചിനെയും അവൻ പിൻപറ്റുകയും ചെയ്യും. ഏതൊരു കാര്യം പറയുന്നതും ശരിയായ ബോധ്യത്തോടുകൂടിയും ന്യായമായ രേഖയുടെ അടിസ്ഥാനത്തിലും മാത്രമേ ആകാവൂ. ഊഹത്തെ അടിസ്ഥാനമാക്കി ഒന്നും പറയരുത്. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ അറിവ് കൂടാതെ ഓരോന്ന് ഊഹിച്ച് പറയുന്നു, മാത്രമല്ല താർക്കിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള മാർഗം അള്ളാഹുവിൻ്റെ വചനവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിശദീകരണവുമാണ്. അത് രണ്ടിലും ഉള്ളതിന് പുറമെ യാതൊന്നും പറയാൻ പാടില്ല, യാതൊരു ഭേദഗതിയും പാടില്ല. ആരെന്ത് പറഞ്ഞാലും തെളിവില്ലാത്തത് തള്ളിക്കളയേണ്ടതാണ്. പിന്നെ ആളുകൾ അങ്ങനെ പലതും പറഞ്ഞ് തർക്കിക്കുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ കൽപ്പനയെ വിലവെക്കാതെ ധിക്കാരികളായി തീർന്നിട്ടുള്ള ശൈത്വാന്മാരെ ജിന്നുകളിലും മനുഷ്യരിലുമുള്ള പിശാചുക്കളെ പിൻപറ്റുകയും ചെയ്യുന്നു. ആയത്ത് 4. കുത്തിബ അലൈഹി, അവനെ സംബന്ധിച്ച് വിധി എഴുതപ്പെട്ടു. അന്നഹു മൻ തവല്ലഹു, നിശ്ചയമായും ആരെങ്കിലും ആ പിശാചുമായി ബന്ധം പുലർത്തിയാൽ ഫഅന്നഹു യുദ്ദില്ലുഹു, അവനെ വഴി പിഴപ്പിക്കുന്നതാകുന്നു എന്ന്. വയഹ്ദീഹി ഇലാ അദാബിസ് സഗീർ, പിശാച് അവനെ നരകശിക്ഷയിലേക്ക് നയിക്കുന്നതുമാകുന്നു. ഇതാണ് അവനെ സംബന്ധിച്ചുള്ള വിധിയെഴുത്ത്. പിശാചിനെ വഴി കേട്ടിയായി സ്വീകരിച്ചാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല. അവൻ്റെ പോക്ക് നരകത്തിലേക്ക് ഉറച്ചു. പിശാച് മനുഷ്യന്റെ ജന്മശത്രുവാകുന്നു. ആയത്ത് 5. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി, മനുഷ്യരെ പുനർജീവിപ്പിക്കലിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെന്നുണ്ടെങ്കിൽ ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, നിശ്ചയമായും നാം മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചല്ലോ. ആദ്യ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മനുഷ്യ ശരീരത്തിൻ്റെയും മണ്ണിൻ്റെയും ഘടകങ്ങൾ ഒന്നു തന്നെയാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ബീജത്തിൽ നിന്ന്. സുമ്മ മിൻ അലഖത്തിൻ, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്. പേജ് നമ്പർ 1154. സുമ്മ മിൻ മുബ്അത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ, പിന്നെ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ ചറുവിത മാംസത്തിൽ നിന്ന്. മുദ്അത്ത് എന്ന വാക്കിന് ചവച്ചരച്ച മാംസം എന്നാണ് അർത്ഥം. ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു ഘട്ടമാണത്. ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് നാം വിശദീകരിച്ചു തരുന്നതിന് വേണ്ടി. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, നാം ഉദ്ദേശിക്കുന്നതിനെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയങ്ങളിൽ നാം താമസിപ്പിക്കുന്നു. സുമ്മ നുഖ്രിജുകും തിഫ്ലാ, പിന്നെ നിങ്ങളെ നാം ശിശുവായി പുറത്തു കൊണ്ടുവരുന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, അനന്തരം നിങ്ങളുടെ കാര്യശേഷി നിങ്ങൾ പ്രാപിക്കുന്നതിന് നാം വേണ്ടത് ചെയ്യും. വമിൻകും മൻ യതവഫ, മരിപ്പിക്കപ്പെടുന്നവരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമുരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ, അറിവുള്ളവനായിരുന്നതിന് ശേഷം യാതൊന്നും അറിയാതാകുന്ന അവസ്ഥയിലകത്തക്കവണ്ണം ഏറ്റവും അവശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരും ഉണ്ട്. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള വ്യത്യസ്ത അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ആരാണ് ഇതിൻ്റെ എല്ലാം കർത്താവ് എന്നും ഇതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ കഴിയുകയില്ല എന്നും വ്യക്തമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രപഞ്ചം സ്വയംഭൂവാണെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത്ര കൃത്യവും സൂക്ഷ്മവുമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതും എല്ലാം ഒരു നിയന്ത്രണവും പ്ലാനുമില്ലാതെയാണെന്നാണോ പറയുന്നത്?
ഭൂമിയെ വരണ്ട് കിടക്കുന്നതായി നീ കാണുന്നു. അങ്ങനെ അതിൽ നാം വെള്ളം ഇറക്കുമ്പോൾ അത് ഇളകുന്നു. അത് വികസിക്കുകയും ചെയ്യുന്നു. കൗതുകമുള്ള എല്ലാത്തരം ചെടികളിൽ നിന്ന് അത് മുളപ്പിക്കുകയും ചെയ്യുന്നു. ഉണങ്ങി വരണ്ട് നിർജീവമായി കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോഴുണ്ടാകുന്ന ഈ പുതുജീവിതം നിത്യേന കണ്ടുകൊണ്ടിരുന്നിട്ട് മനുഷ്യൻ അതിൽ ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിൽ ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സൃഷ്ടികർത്താവിനെ സംബന്ധിച്ച് ബോധ്യം വരേണ്ടതാണ്. മരിച്ച് മണ്ണായി പോയ മനുഷ്യൻ രണ്ടാമതും ജീവിപ്പിക്കുമെന്നും രക്ഷാശിക്ഷകൾ കർമ്മഫലമായി നൽകുമെന്നുള്ളതിനെ നിഷേധിക്കുന്നവരുണ്ട്. ഈ രണ്ടാം ജീവിതത്തെ സംശയിക്കുന്നവരോടാണ് ഖുർആൻ പറയുന്നത്, അവരുടെ സൃഷ്ടിപ്പും ജനനവും ജീവിതവും മരണം വരെയുള്ള ഘട്ടങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കാൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ താനിവിടെ ഇല്ലായിരുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് അതിസൂക്ഷ്മങ്ങളായ പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും സംയോജിച്ച് ഭ്രൂണമായി നിരവധി ഘട്ടങ്ങൾ കടന്ന് ശിശുവായി ഭൂമിയിലേക്ക് വരുന്നു. അലഖ, മുദ്അ എന്നീ പദപ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമത്രേ. ഗർഭസ്ഥ ശിശുവിൻ്റെ 2 പ്രത്യേക ഘട്ടങ്ങളാണ് ഇത് രണ്ടും. ഗർഭപാത്രത്തിൻ്റെ ആന്തരിക പാളിയിൽ പറ്റിപ്പിടിച്ചാണ് ഭ്രൂണം വളർച്ചയാരംഭിക്കുന്നത്. ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ അവസ്ഥക്ക് കൃത്യമായ പേരാണ് അലഖ എന്നത്. അള്ളിപ്പിടിച്ചത്, പറ്റിപ്പിടിച്ചത്, തൂങ്ങിക്കിടക്കുന്നത് എന്നൊക്കെയാണ് അലഖയുടെ ഭാഷാർത്ഥം. ബീജവും അണ്ഡവും യോജിച്ച ശേഷം ഏതാണ്ട് 7-ാം ദിവസം മുതലാണ് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളർച്ചയാരംഭിക്കുന്നത്. മുദ്അ എന്നാണ് അടുത്ത ഘട്ടം. ചർവിത മാംസം. 27 ദിവസം കഴിഞ്ഞ ഭ്രൂണത്തെ കണ്ടാൽ ചവച്ചു തുപ്പിയ മാംസക്കഷ്ണമാണെന്നേ തോന്നുകയുള്ളൂ. ക്രമരഹിതമായ പ്രതലങ്ങളുള്ള മാംസപിണ്ഡം, ചവച്ചു തുപ്പിയതുപോലെ തോന്നിക്കുന്ന പല്ലടയാളങ്ങൾ മാംസപിണ്ഡ പ്രതലത്തിലുണ്ടായിരിക്കും. ഖുർആന്റെ പദപ്രയോഗം എത്ര കൃത്യം! 14 നൂറ്റാണ്ട് മുമ്പ് ഇങ്ങനെ പറയാൻ മനുഷ്യന് സാധ്യമല്ല എന്നതിൽ ഒരു സംശയവുമില്ല. അടുത്ത കാലത്താണ് ഈ കാര്യങ്ങളൊക്കെ ശാസ്ത്രത്തിന് വ്യക്തമാകുന്നത്. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവും സംയോജിച്ച് കോശങ്ങൾ വർദ്ധിച്ചുകൊണ്ടാണ് ഈ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ശിശുവായിത്തീരുന്നത്. കോശങ്ങൾ വർദ്ധിച്ചു വലുതാകുമ്പോൾ കണ്ണിൻ്റെ ഭാഗത്ത്, കണ്ണും ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും ആമാശയത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ ആ അവയവങ്ങൾ തന്നെ ഉണ്ടാകാൻ ആരാണ് പ്ലാൻ ചെയ്തത്? ഓരോ അവയവവും കൃത്യമായി വളർന്നു വരുന്നു. ആരാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്? അതിനിസ്സാര ബീജത്തിൽ നിന്ന് ഇങ്ങനെ വൈകല്യമില്ലാത്ത പൂർണ്ണ മനുഷ്യനായി സൃഷ്ടി നടത്തുന്നവന് മനുഷ്യനെ രണ്ടാമത് ജീവിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ഖുർആൻ പറയുന്നു. പരലോകം ഒരു യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യം മാത്രമാണ്. അങ്ങനെ ഒന്നും അറിയില്ലാത്ത പരാശയത്തിൻ്റെ കാലമായ ശൈശവം, കളികൾ മാത്രമായ ബാല്യം, കുതൂഹലങ്ങളുടെ കൗമാരം, പൊട്ടിത്തെറിക്കുന്ന യൗവനം, വീണ്ടും ഒന്നും അറിയാത്ത പരാശ്രയത്തിൻ്റെയും അവശതയുടെയും വാർദ്ധക്യം. ഈ അവസ്ഥകൾ കഴിഞ്ഞ് മരിക്കുന്നവരും അതിനിടയ്ക്ക് തന്നെ മരണപ്പെടുന്നവരുമുണ്ട്. ബാല്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീട്ടാനാവില്ല. ഇഷ്ടമില്ലാതെ നരബാധിക്കുന്നു. ഇതൊന്നും മനുഷ്യ നിന്റെ നിയന്ത്രണത്തിലല്ല. ഇതിലൊന്നും നിനക്ക് ഒരു മാറ്റവും വരുത്താനാവില്ല തന്നെ. എല്ലാം അനുഭവിക്കുക മാത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച, ഒടുവിലെല്ലാം കഴിഞ്ഞ് മരണപ്പെട്ട് മണ്ണോട് ചേർക്കുന്ന നിന്നെ സൃഷ്ടികർത്താവിന് രണ്ടാമതൊന്നുകൂടി സൃഷ്ടിക്കാൻ സാധ്യമല്ലെന്ന് വെറുതെ വാദിക്കുന്ന മനുഷ്യ, നീ എത്ര വലിയ വിഡ്ഢിയാണ്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ പെയ്യിച്ച് സസ്യജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യവും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനടക്കമുള്ള ജന്തുവർഗങ്ങളുടെ എല്ലാം ആഹാരത്തിനായി ധാരാളം ആഹാരത്തിനാധാരം സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ച ഒരത്ഭുതം തന്നെയെങ്കിലും മനുഷ്യൻ പതിവായി കാണുന്നത് കൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. ഓരോ വിത്തിനും ഒരു തോടുണ്ടായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളിൽ കേട് സംഭവിക്കാതെ മണ്ണിൽ സുരക്ഷിതമായി അവശേഷിക്കാനാണ് ഈ കവചം. മഴ പെയ്ത് മണ്ണിൽ ജലാംശമുണ്ടാകുമ്പോൾ വിത്തിൻ്റെ പുറംപാളി ജലാംശം ആഗിരണം ചെയ്യും. പുറംപാളി അർദ്ധധാര്യസ്ഥരം അഥവാ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഇതിലൂടെ എല്ലാ ദ്രാവകങ്ങളും പ്രവേശിക്കില്ല, ശുദ്ധജലം പ്രവേശിക്കും. അതോടെ വിത്തിൽ
സംഭരിച്ചു വെച്ച ആഹാരത്തിലെ കോശങ്ങൾ വിഘടിച്ച് വർദ്ധിക്കാൻ ആരംഭിക്കും. ശേഖരിച്ചു വെച്ച സമൃദ്ധാഹാരമാണ് നാം രുചിയോടെ തിന്നുന്ന കാമ്പ്. ഉദാഹരണം തേങ്ങയുടെ കാമ്പ്. ആ വിത്ത് മുളക്കുമ്പോൾ വളർച്ചയ്ക്കാവശ്യമായ ആഹാരമാണ് അത്. വേരും കാണ്ഡവുമാകുന്നതുവരെ ഉള്ള ആഹാരം. അതേ സമയത്ത് തന്നെ കോശവിഭജനത്തെ ത്വരിതപ്പെടുത്തുന്ന ഓക്സിൻ, സൈറ്റോക്കിനിൻ, ഗിബറലിൻ എന്നീ ഹോർമോണുകൾ ഉണ്ടായിത്തീരും. തേങ്ങാവെള്ളത്തിൽ ഓക്സിനും സൈറ്റോക്കിനുമാണുള്ളത്. തെങ്ങിൻ തൈ മുളച്ചു വരുന്ന പ്രഥമഘട്ടത്തിലെ ഭക്ഷണമാണത്. കോശങ്ങൾ വിഭജിച്ച് വർദ്ധിക്കുകയും കാണ്ഡമായി രൂപാന്തരപ്പെടുന്ന ബീജശീർഷം ഗുരുത്വാകർഷണത്തിനെതിരായി മണ്ണ് വിളർന്ന് മുകളിലേക്കും വേരായി മാറുന്ന ബീജശീർഷം മണ്ണിനടിയിലേക്കും വളരുന്നു. സസ്യങ്ങളിൽ വളർച്ചയ്ക്കുള്ള പ്രധാന ഹോർമോണായ ഓക്സിന് കാണ്ഡത്തിലും വേരിലും വ്യത്യസ്ത കർമ്മങ്ങളാണുള്ളത്. കാണ്ഡത്തിൽ മുകളിലേക്കുള്ള വളർച്ച ഓക്സിൻ ത്വരിതപ്പെടുത്തുമ്പോൾ വേരിൽ വളർച്ചയെ അത് മന്ദീഭവിപ്പിക്കുന്നു. സസ്യങ്ങളുടെ വളർച്ചയെ ആരംഭഘട്ടത്തിൽ നടത്തുന്ന അത്യാശ്ചര്യകരമായ പ്രക്രിയയുടെ നന്നെ ചുരുങ്ങിയ ഒരു വിവരണമാണിത്. മനുഷ്യ സൃഷ്ടിപ്പും സസ്യങ്ങളുടെ ഉൽപാദനവും മാത്രം ചിന്തിച്ചാൽ മതി പുനരുത്ഥാനം എന്ന സംഗതി പടച്ചവന് നിഷ്പ്രയാസമാണെന്ന് മനസ്സിലാക്കാൻ. ആദ്യം സൃഷ്ടിച്ചവന് രണ്ടാമത് സൃഷ്ടിക്കാൻ ഒരു വിഷമവുമില്ല എന്ന സത്യം ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കലും സ്വർഗമോ നരകമോ വിധിക്കലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനമാണ്. അത് പ്രവാചകന്മാർ മുഖേന മനുഷ്യരെ അള്ളാഹു അറിയിച്ചു. അവിടുത്തെ ക്ഷേമത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 720. സൂറത്ത് അൽ ഹജ്ജ് തുടരുകയാണ്. അടുത്ത ആയത്ത് 6. അതിനു മുമ്പ്, അതായത് ഇവിടെ ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ആയത്ത് 5, അതിന് കുറേ വിശദീകരണം ഉമർ മൗലവി റഹിമഹുല്ലാ കൊടുത്തതായിട്ട് നമുക്ക് വായിച്ചിട്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടക്കുന്നത് ഫല്ലോപ്പിയൻ ട്യൂബിലാണ്. ഓവറീസ്, അതായത് 2 അണ്ഡാശയങ്ങളുണ്ട് സ്ത്രീകളുടെ. അപ്പോൾ ഗർഭാശയത്തിലേക്ക് അതിനെ ബന്ധിപ്പിക്കുന്ന ട്യൂബാണ് ഫല്ലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അവിടെയാണ് സ്പേം ഓവം, അതായത് കുറേ സ്പേംസ് ഉണ്ടാവും. അതിൽ ഒരു സ്പേം, സാധാരണഗതിയിൽ ഒരു സ്പേം അണ്ഡവുമായിട്ട് ഒരു ഓവമായിട്ട് യോജിക്കുന്നു. അതിനാണ് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് അത് ആ ഫെർട്ടിലൈസ്ഡ് ഓവം, ബീജസങ്കലനം നടന്ന ഓവം ആണ്, അതിന് പിന്നെ സൈഗോട്ട് എന്നാണ് പറയുക. അതാണ് പിന്നീട് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അലക്കത്ത് എന്ന് പറഞ്ഞാൽ ലീച്ച് ലൈക്ക് ക്ലോട്ട് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്താറുള്ളത്. അപ്പം ഇങ്ങനെ നുത്തുഫ എന്നുള്ളൊരു സ്റ്റേജ്, പിന്നെ ആ പറ്റിപ്പിടിക്കുന്ന ഘട്ടമായാൽ പിന്നെ അത് അലക്ക എന്നുള്ള സ്റ്റേജ് ആയിരിക്കാനാണ് സാധ്യത. ഇത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ഓരോ കാലത്ത് കൂടുതൽ വ്യക്തത വരും ചിലപ്പോൾ. ഏതായാലും എംബ്രിയോളജിയിൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതിൽ പല വിഷയങ്ങളും ഖുർആൻ്റെ അധ്യാപനങ്ങളുമായിട്ട് യോജിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മോറുല, ബ്ലാസ്റ്റുല, ന്യൂറുല, ഇങ്ങനെ കുറേ സ്റ്റേജുകൾ, പിന്നീട് ഓർഗാനോജെനിസിസ്, കുറേ സ്റ്റേജുകൾ ഇതിൽ പഠിക്കാനുണ്ട്. അടുത്ത ആയത്ത് 6-ാമത്തെ ആയത്ത്. അതെന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും അള്ളാഹു തന്നെയാണ് സത്യസ്വരൂപൻ, വേറെ ആരും അങ്ങനെയില്ല. അള്ളാഹു സ്വയം നിലനിൽക്കുന്നു, ആരെയും ആശ്രയിക്കേണ്ടതില്ല. എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. മറ്റുള്ളവരെല്ലാം അവൻ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായി. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി എല്ലാം നിലനിൽക്കുന്നു. അവൻ ഉദ്ദേശിക്കുമ്പോൾ നശിപ്പിക്കുന്നു. എല്ലാം സ്വയം തീരുമാനപ്രകാരം അവൻ നടത്തുന്നു. വഅന്നഹു യുഹ്യിൽ മൗത, നിശ്ചയമായും അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയമായും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമാകുന്നു. കഴിഞ്ഞ ആയത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ മനുഷ്യൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന നിത്യസത്യങ്ങളാണ്. അതൊക്കെ എത്രമാത്രം സത്യമാണോ അതുപോലെ തന്നെ സത്യമാണ് മരണാനന്തര ജീവിതവും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആയത്ത് 7.
വഅന്ന الساعة آتية لا ريب فيها. നിശ്ചയമായും അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. വഅന്ന അല്ലാഹ യബ്അഥു മൻ ഫിൽ ഖുബൂർ. നിശ്ചയമായും അല്ലാഹു ഖബറുകളിലുള്ളവരെ പുനർജീവിപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടെല്ലാം അവൻ തന്നെയാകുന്നു സത്യസ്വരൂപനായ ഏക ആരാധ്യൻ. മണ്ണിൽ മറമാടപ്പെട്ടവർ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ, കത്തിക്കരിഞ്ഞ് നാശമടഞ്ഞവർ, ഇങ്ങനെ മരണം ഏത് രൂപത്തിലായാലും അവരെയൊക്കെ രണ്ടാമതും ജീവിപ്പിക്കും. ആയത്ത് 8. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. വല്ല അറിവോ വല്ല രേഖയോ വെളിച്ചം നൽകുന്ന വല്ല ഗ്രന്ഥമോ ഒന്നുമില്ലാതെ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട്. ആയത്ത് 9. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുവാൻ വേണ്ടി തൻ്റെ ചുവൽ തിരിച്ചവനായി. പേജ് നമ്പർ 1157. അഹങ്കാരപൂർവ്വം തിരിഞ്ഞു നിന്നുകൊണ്ട് തർക്കിക്കുന്നവരുണ്ട്. എന്ത് ഉപദേശം കൊടുത്താലും ന്യായം പറഞ്ഞാലും ഒട്ടും ശ്രദ്ധിക്കാതെ തള്ളിക്കളയുന്ന സ്വഭാവക്കാർ. ഈ നിലയിൽ മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി തർക്കിക്കുന്നു. ലഹു ഫിദ് ദുനിയ ഖിസ്യുൻ. ഈ ഹലോകത്ത് അവർക്ക് നിന്ദ്യതയുണ്ട്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി അദാബൽ ഹരീഖ്. അന്ത്യനാളിൽ അവർക്ക് കരിക്കുന്ന ശിക്ഷ നാം ആസ്വദിപ്പിക്കുന്നതുമാകുന്നു. ആയത്ത് 10. ذلك بما قدمت يداك. നിന്റെ രണ്ട് കൈകൾ മുമ്പ് ചെയ്തു വച്ചിട്ടുള്ളത് നിമിത്തമാണത്. മേൽപ്രകാരമുള്ള ശിക്ഷക്ക് കാരണം പ്രവൃത്തി ദോഷമാണ്. നിശ്ചയമായും അല്ലാഹു അടിമകളോട് ഒട്ടും അനീതി ചെയ്യുന്നവനല്ല എന്നുള്ളത് കൊണ്ട് മേൽപ്രകാരം ശിക്ഷിക്കുന്നത് ഒരിക്കലും അക്രമമല്ല, കേവലം ന്യായവും നീതിയുമാണ്. ആയത്ത് 11. മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, ഒരു വക്കിൽ നിന്ന് അവർ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അങ്ങനെ അവന് വല്ല നന്മയും അനുഭവപ്പെട്ടാൽ അതിൽ അവൻ സമാധാനമടയും. അവന് വല്ല പരീക്ഷണവും ബാധിച്ചാൽ അവൻ്റെ പാട്ടിലേക്ക് മറിഞ്ഞു കളയും. ശരിക്ക് വിശ്വാസം ഉറക്കാതെ തഞ്ചം പോലെ ആകാമെന്ന് കരുതി മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഇസ്ലാം അഭിനയിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ബൈത്തുൽ മാലിൽ വരുന്ന സ്വത്തിൻ്റെ ഓഹരി ലഭിക്കുന്നത് പോലെ വല്ല നല്ല ഫലമുണ്ടായാൽ തൃപ്തിപ്പെടുക, വല്ല ദുഷ്ഫലമുണ്ടാകുമ്പോൾ പിന്മാറിപ്പോകുക. ബഹുദൈവാരാധനയിലേക്കോ നിഷേധത്തിലേക്കോ അവൻ മടങ്ങിപ്പോകും. യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാതെ ഈമാൻ അഭിനയിക്കുന്ന കപടന്റെ സ്വഭാവങ്ങളാണിത്. ഖസിറ ദുനിയാ വൽ ആഖിറ. അവൻ ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുത്തി. പരലോകരക്ഷ മുമ്പ് തന്നെ അവൻ ആഗ്രഹിച്ചിട്ടില്ല, അതിനാൽ അത് കിട്ടാൻ അവന് അവകാശമില്ല. ഇഹലോകത്താകട്ടെ കുഴപ്പം പേടിച്ച് ഓടിപ്പോയി ചെന്നുപെട്ടത് കുഴപ്പത്തിൽ തന്നെയാണ്. പലപ്പോഴും ചുടുചട്ടിയിൽ നിന്ന് അടുപ്പിലേക്ക് എന്ന അവസ്ഥയിലാണ് കലാശിക്കൽ. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതുതന്നെയാണ് വ്യക്തമായ നഷ്ടം. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 721, സൂറത്തുൽ ഹജ്ജ് ആയത്ത് 12, പേജ് നമ്പർ 1158. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു. അല്ലാഹുവിന് പുറമെ അവനെ ഉപദ്രവിക്കാത്ത വസ്തുവിനോട് അവൻ പ്രാർത്ഥിക്കുന്നു. വമാ ലാ യൻഫഉഹു. യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹു വമാ ലാ യൻഫഉഹു. തനിക്ക് ഉപകാരം ചെയ്യാത്ത വസ്തുവിനോട് പ്രാർത്ഥിക്കും. ഉപദ്രവം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഉപദ്രവം ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു. ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഉപകാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു. മേൽ പറഞ്ഞ രണ്ടും ഇവിടെയില്ല, എന്നിട്ടും പ്രാർത്ഥിക്കുക തന്നെ. അത് തന്നെയാണ് വിദൂരമായ വഴികേട്. ആയത്ത് 13. ഏതൊരുവന്റെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തതായിരിക്കുന്നുവോ അവനെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ലബിസൽ മൗല വലബിസൽ അശീർ. അവൻ എത്ര ചീത്ത സഹായി, എത്ര ചീത്ത കൂട്ടുകാരൻ. അന്യ ദൈവങ്ങളെ ആരാധിച്ച മുശ്രിക്ക് പരലോകത്ത് മഹ്ശറയിൽ വെച്ച് വിലപിക്കും.
അവൻ വിളിച്ചു പറയും, എന്നെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് കരുതി. ഞാൻ പ്രാർത്ഥിച്ചവരെ കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതുമൂലം ഇന്ന് ഞാൻ നരകാവകാശിയായി തീർന്നുവല്ലോ. കഷ്ടമേ, എത്ര ദുഷിച്ച സഹായി, എത്ര ചിത്തകൂട്ടുകാരൻ. അതായത് ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ അള്ളാഹുവിങ്കൽ നിന്നാണ് ആത്യന്തികമായിട്ടത് ഉള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഒരു ഉപകാരം കിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്ത വിധിക്കാത്ത ഒരു ഉപദ്രവവും നമുക്ക്, ഒരു തിന്മയും നമുക്ക് കേൾക്കാനും, ഒരു അപകടവും നമുക്ക് കേൾക്കാനുമില്ല. ഉപദ്രവം തടയാൻ, ഉപകാരം നമുക്ക് എത്തിക്കാനും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ്. ജൽബു നഫ്അ് ദഫ്ഉ ളർ രണ്ടും. ആയത്ത് 14, ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി. നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാകുന്നു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ. ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, നിശ്ചയമായും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ആയത്ത് 15, മൻ കാന യظن അൻ ലൻ യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറതി, ഈ ലോകത്തും പരലോകത്തും അദ്ദേഹത്തെ അഥവാ നബിയെ അള്ളാഹു സഹായിക്കുകയില്ലെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുടെ ദ്രോഹങ്ങൾ വളരെയധികം അനുഭവിച്ചു. അവസാനം അവരുടെ ഉപദ്രവം നിമിത്തം നാട് വിട്ടുപോയി. ശത്രുക്കൾക്ക് അള്ളാഹു പരീക്ഷണാർത്ഥം കൂടുതൽ സൗകര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ ചിലർക്കൊരു ധാരണയുണ്ടായി അള്ളാഹു നബിയെ സഹായിക്കുകയില്ലെന്ന്. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ മേൽഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടട്ടെ. പേജ് നമ്പർ 1159. പിന്നെ അവൻ അത് മുറിക്കട്ടെ, എന്നിട്ട് അവൻ നോക്കട്ടെ, അവൻ അരിശം കൊള്ളുന്ന സംഗതിയെ അവൻ്റെ തന്ത്രം മൂലം ഇല്ലാതാക്കുമോ എന്ന്. മക്കക്കാരായ മുശ്രിക്കുകളും മദീനക്കാരായ മുനാഫിഖുകളും യഹൂദികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാജയത്തെയും നാശത്തെയും അക്ഷമരായി കാത്തുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ പല പരീക്ഷണങ്ങളും അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഈ ദുർജനം വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം ലഭിക്കുകയില്ലെന്ന്. എന്നാൽ അനുഭവമാകട്ടെ പെട്ടെന്ന് നേരെ മറിച്ചായിത്തീർന്നു. നാൾക്കുനാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിൽ ഈ ദുഷ്ടന്മാർക്കുള്ള വെറുപ്പിനെ പറ്റി പറയേണ്ടതില്ലല്ലോ. അങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വെറുപ്പ് വിചാരിക്കുന്നവരെ ഈ ആയത്തിൽ താക്കീത് ചെയ്തു. അങ്ങനെയുള്ളവർ അവരുടെ ദേഷ്യം തീർക്കുവാനായി തൂങ്ങി മരിക്കാൻ വഴി നോക്കിക്കൊള്ളട്ടെ. അള്ളാഹു ഈ സഹായം ഒരിക്കലും നിർത്തിക്കളയുകയില്ല. റസൂലിനെ സഹായിക്കുക എന്നതിന് പകരം തന്നെ സഹായിക്കുക എന്ന് അർത്ഥം പറഞ്ഞവരുണ്ട്. അപ്പോൾ തന്നെ അള്ളാഹു സഹായിക്കുകയില്ലെന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്തു കൊള്ളട്ടെ എന്നർത്ഥം വരും. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ ഒരിക്കലും പാടില്ലെന്നർത്ഥം. ഇഹലോകത്തും പരലോകത്തും അവൻ രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. എന്ത് പ്രയാസം നേരിട്ടാലും പ്രതീക്ഷയും പ്രത്യാശയും കൈവടിയരുത്. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 722, ആയത്ത് 16, പേജ് നമ്പർ 1159. വകദാലിക അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്തിൻ, അപ്രകാരം ഇതിനെ അഥവാ ഖുർആനെ സുവ്യക്തങ്ങളായ ആയത്തുകളായി നാം അവതരിപ്പിച്ചു. ബയ്യിനാത്ത് എന്ന് വെച്ചാൽ ഈ ആയത്തുകൾ സ്വയം വ്യക്തമായിട്ടുള്ളവയാണ് എന്നർത്ഥം. അതിൻ്റെ സത്യം തെളിയിക്കാൻ വേറെ ഒരു തെളിവ് ആവശ്യമില്ല. സ്വയം പ്രകാശിക്കുന്നവയാണെന്നർത്ഥം. സൂര്യൻ്റെ വെളിച്ചം പോലെ. നിശ്ചയമായും അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർ നേർവഴിയിലാക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്. ഉപദേശിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും മനസ്സിലായത് സ്വീകരിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരെയാണ് നേർവഴിയിലാക്കുക എന്ന് ഖുർആൻ അനേക സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞത് അവരെ പറ്റിയാണ്. യഹ്ദി എന്ന വാക്കിനിവിടെ വഴി കാണിക്കും എന്ന് പിഴച്ചവർ അർത്ഥം പറയുന്നുണ്ട്. അത് ശരിയല്ല. കാരണം വഴി കാണിക്കൽ വ്യാപകമായ നിലയിൽ ചെയ്തു കഴിഞ്ഞു. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാണിച്ചു കൊടുത്ത മാർഗം സ്വീകരിക്കുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നേർവഴിയിലാക്കുക എന്ന് തന്നെ അർത്ഥം പറയേണ്ടതാകുന്നു. ആയത്ത് 17, ഇന്നല്ലദീന ആമനു, നിശ്ചയമായും വിശ്വാസികളായിട്ടുള്ളവർ, വല്ലദീന ഹാദു വസ്വാബിഈന, യഹൂദികളായിട്ടുള്ളവരും സ്വാബിഉകളും
പേജ് നമ്പർ 1160. വന്നസാറ വൽ മജൂസ, ക്രിസ്ത്യാനികളും മജൂസികളും, വല്ലദീന അശ്റകു, ബഹുദൈവ ആരാധകരായിട്ടുള്ളവരും, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അവരുടെ ഇടയിൽ അല്ലാഹു വിധി നടത്തുന്നതാകുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ, നിശ്ചയമായും അല്ലാഹു എല്ലാ സംഗതിക്കും സാക്ഷിയാകുന്നു. സ്വാബിഉകൾ എന്ന് പറയുന്നവർ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ദേവീദേവന്മാരായി സങ്കല്പിച്ച് ആരാധിക്കുന്നവരാണ്. അഗ്നി ആരാധകരാണ് മജൂസികൾ. വിഗ്രഹാരാധകരെയാണ് മുശ്രിക്കുകൾ എന്ന് വിളിക്കുന്നത്. ഓരോ വിഭാഗക്കാരും തങ്ങളാണ് സത്യമാർഗികൾ എന്നും വിജയികൾ എന്നും വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു. തത്വദീക്ഷയില്ലാത്ത വെറും സാമുദായിക ജ്വരം മാത്രമാണിത്. യാഥാർത്ഥ്യം എന്തെന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് സൽക്കർമ്മ നിരതരായി ജീവിക്കുന്നവരാണ് വിജയികൾ എന്നുള്ളതാണ്. ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമാണ് ഈ മാർഗം ലഭിക്കേണ്ടത്. ഈ വാഗ്വാദങ്ങൾക്കാർക്കിടയിൽ പുനരുത്ഥാന നാളിൽ അള്ളാഹു കൃത്യമായ ന്യായവിധി നടത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ നിന്നും കേൾവിയിൽ നിന്നും വിട്ടുപോകുന്ന ഒരു കാര്യവും ഇല്ല തന്നെ. ആയത്ത് 18. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അള്ളാഹുവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? വശംസു വൽ ഖമറു വൻ നുജൂമു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, വൽ ജിബാലു വശജറു വദ്ദവാബ്, പർവ്വതങ്ങളും വൃക്ഷങ്ങളും ജീവികളും, വകസീറും മിനൻ നാസി, ധാരാളം മനുഷ്യരും അള്ളാഹുവിന് തലകുനിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? എല്ലാ ജീവികളും വണങ്ങുന്നു. അതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രാദികളും അവയുടെയൊക്കെ പ്രണാമാർപ്പണം എങ്ങനെയെന്ന് നമുക്കറിയില്ല. എന്നാൽ മനുഷ്യരെല്ലാവരും നാഥനെ വണങ്ങുന്നില്ല. വളരെ പേർക്ക് ശിക്ഷ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ആരെയെങ്കിലും നിന്ദിക്കുന്ന പക്ഷം അവനെ ബഹുമാനിക്കുന്ന ആരുമില്ല. നിശ്ചയമായും അള്ളാഹു അവനുദ്ദേശിക്കുന്നത് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ കണിശമായ വ്യവസ്ഥയുണ്ട്. ഇന്ന കാരണത്താൽ ഇന്നതുണ്ടാകുമെന്ന്. ഇതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമെന്ന് പറയുന്നത്. ശരിയായ വ്യവസ്ഥ കൂടാതെ ഓരോന്നുദ്ദേശിക്കുക, അത് തരപ്പെടാതെ വരുമ്പോൾ ഉദ്ദേശ്യം മാറ്റുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കലില്ല. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അള്ളാഹു സർവജ്ഞനാകുന്നു, കഴിഞ്ഞതും വരാനിരിക്കുന്നതും എല്ലാം അറിയുന്നവൻ ആയതുകൊണ്ട് ഉദ്ദേശ്യങ്ങളിലും പ്രവർത്തനങ്ങളിലും യാതൊരു മാറ്റവും വരുത്തേണ്ടി വരുന്നില്ല. ഇവിടെ ഒരു കാര്യം ഉണർത്തുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് അള്ളാഹു നടപ്പിൽ വരുത്തുമെന്ന് വഴി പിഴച്ചവർ പറയുന്നുണ്ട്. അത് മഹാ തെറ്റാകുന്നു. പേജ് നമ്പർ 1161, ആയത്ത് 19. തങ്ങളുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് പരസ്പരം എതിർവാദക്കാരായ രണ്ട് കക്ഷികളിതാ. സത്യവിശ്വാസികളും സത്യനിഷേധികളും ആണ് കക്ഷികൾ. ഫല്ലദീന കഫറു, അങ്ങനെ നിഷേധികളായിട്ടുള്ളവരാരോ അവർ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരിൻ, തീ കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർക്ക് മുറിച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. പരുത്തി, കമ്പിളി, സിൽക്ക്, പട്ട് എന്നിവയുടെ വസ്ത്രങ്ങളാണ് ഭൂമിയിൽ അവർ ധരിച്ചത്. പരലോകത്ത് അവർക്ക് തീ കൊണ്ടുള്ള വസ്ത്രം ഉടുപ്പിക്കപ്പെടുന്നതാകുന്നു. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലകൾക്ക് മീതെ തീവെള്ളം ചൊരിയപ്പെടും. ആയത്ത് 20. യുസ്ഹറു ബിഹി മാ ഫി ബുതൂനിഹിം വൽ ജുലൂദ്, അതുമൂലം അവരുടെ വയറുകളിലുള്ളതും ത്വലികളും ഉരുക്കപ്പെടും. ആയത്ത് 21. വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകളും അവർക്കുണ്ട്, അതുകൊണ്ട് അവർക്ക് അടികൊള്ളുന്നതുമാകുന്നു. ആയത്ത് 22. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ക്ലേശകാഠിന്യ നിമിത്തം അതിൽ നിന്ന് പുറത്തു പോകാൻ അവരുദ്ദേശിക്കുമ്പോഴൊക്കെ ഉഈദു ഫിഹാ, അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. വദൂഖു അദാബൽ ഹരീഖ്, കരിക്കുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. ആയത്ത് 23. ഇന്നല്ലാഹ യുദ്ഖിലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ അള്ളാഹു പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ. പേജ് നമ്പർ 1162. യുഹല്ലൗന ഫിഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഅ, അവിടെ അവർക്ക് സ്വർണ്ണവളകളും മുത്തും അണിയിക്കപ്പെടുന്നതാണ്. വലിബാസുഹും ഫിഹാ ഹരീർ, അവിടെ അവരുടെ വസ്ത്രം പട്ടാകുന്നു. ആയത്ത് 24. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, പരിശുദ്ധ വചനത്തിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. വഹുദു ഇല സിറാത്തിൽ ഹമീദ്, സ്തുത്യർഹനായവന്റെ പാതയിലേക്ക്
അവർക്ക് മാർഗദർശനം നൽകപ്പെടുകയും ചെയ്തു. പരിശുദ്ധ വചനം ഷഹാദത്ത് കലിമയാണെന്നും ഖുർആനാണെന്നും സ്വർഗത്തിൽ വെച്ച് അവർ പറയുന്ന നല്ല വാക്കുകളാണെന്നും അഭിപ്രായങ്ങളുണ്ട്. സ്തുത്യർഹനായവൻ്റെ പാത ഇസ്ലാം ദീനാണ് എന്നതിൽ സംശയമില്ല.